ഓമൈ കടവുളെ അവസാന ഭാഗം. രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഞാൻ കവറെടുത്ത് നോക്കുമ്പോൾ അമ്മ അകത്ത് കയറി വന്നു. ആജു, ഞാൻ പറയാൻ മറന്നു, നിന്റെ ഇന്റർവ്യൂവിന്റെ ലെറ്റർ ആണെന്ന് അച്ഛൻ പറഞ്ഞ് നീ പോയപ്പോ പോസ്റ്റ്മാൻ കൊണ്ടുവന്നാ. പിന്നെ ആ വലിയ കവർ അച്ഛൻ ഇന്റർവ്യൂവിന് പോകുമ്പോ നിനക്ക് ഇടാൻ വാങ്ങിയ ഡ്രസ്സാ. ഈ കാർന്നവരുടെ സ്നേഹം ഒന്നും അറിയാത്ത പോലെ പുറത്തിരിക്കുന്നത് കണ്ടില്ലേ. മനസ്സിലൊന്ന് അച്ഛനെ പുകഴ്ത്തിക്കൊണ്ട് വരുമ്പോൾ അടുത്ത ഡയലോഗ് പുറത്തുനിന്ന് വന്നിരുന്നു. രാധേ, ജോലി കിട്ടിയ ഒക്കത്തിനും ചെലവാക്കിയതിങ്ങ് തന്നേക്കാൻ കൂടി പറ. അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാനൊന്ന് മുഖം ചൊളിച്ചു. അത് കാര്യാക്കേണ്ടെന്ന് അമ്മ പയ്യെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇതെന്താ മാമ കയ്യില്? ഇത് ലവ് ലെറ്ററാ. അപ്പൊ ആ വലിയ സഞ്ചിയിലോ? അതൊരു ബോംബ്, പൊട്ടിക്കും ഞാൻ. അയ്യോ എന്നും പറഞ്ഞിട്ട് സിനിമോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് എന്നെ നോക്കി കൊഞ്ഞനും കുത്തിയിട്ട് പറയുക. ഞാൻ പേടിച്ചൊന്നുമില്ല, ഇത് കുപ്പായാന്ന് എനിക്കറിയാം. അത് കുപ്പായാന്ന് എനിക്കറിയാം. കുട്ടികളെ പറ്റിക്കുന്ന മാമൻ. അയ്യേ, ഇവരൊക്കെ എന്തിനാ കൂടി എന്നെ കളിയാക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ മുറിയിൽ മെല്ലെ കയറി അച്ഛൻ വാങ്ങിയ ഡ്രസ്സ് എടുത്ത് നോക്കി. ഇനി മുതൽ ഉഴപ്പി നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഡ്രസ്സ് ഇട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ലെറ്ററിൽ നോക്കി. 2 ദിവസം കഴിഞ്ഞാണ് ഇന്റർവ്യൂ. അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ് ആണ്. എന്നാൽ വിശ്വസിക്കാൻ ഇച്ചിരി കഷ്ടം തന്നെയാണ്. ഇത്ര നാളും പണിയെടുക്കാൻ നടന്നിട്ട് ഇതിപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ഫോൺ എടുത്ത് ആക്ഷൻ ഹീറോ ബിജു ആവനാഴിയും കമ്മീഷണറും ഒക്കെ ഡൗൺലോഡ് ചെയ്തു. കഷ്ടകാലം, അപ്പോഴേക്കും നെറ്റ് തീർന്നു. രാജു, അച്ഛൻ്റെ വിളിയാണല്ലോ. ഞാൻ ഡ്രസ്സ് അഴിച്ചു വെച്ച് നിഷ്കുഭാവത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. നിന്റെ ചേച്ചി അനു വന്നിട്ടുണ്ട്. അവര് നേരെ വീട്ടിലേക്ക് പോയി. നീ ചിന്നുമോളെ കൊണ്ടുപോയിട്ട് വിടണം. ഇപ്പോഴല്ല, നാളെ രാവിലെ. നിനക്ക് തിരക്കൊന്നുമില്ലേ മതി കേട്ടോ, അല്ലെങ്കിൽ തന്നെ എന്ത് തിരക്കല്ലേ. അച്ഛൻ പുച്ഛിച്ചുകൊണ്ട് അവിടുന്ന് പോകുമ്പോൾ വേഗം പോലീസായിട്ട് മൂപ്പയുടെ കയ്യിൽ വിരങ്ങിട്ട് കൊണ്ടുപോകണം തോന്നി. പക്ഷെ കാർന്നൊരു തങ്കക്കൂടാണെന്നുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. അങ്ങനെ ഓരോന്നാലോചിച്ച് വെറുതെ ഇരുന്നു ചിന്നുമോളോട് അടിയുണ്ടാക്കി. നേരെ സന്ധ്യ മയങ്ങി. ഭൂമി ഇരുൾ മൂടി. രാത്രിയായി. അതിനാണ് ഈ വർത്താനം. രാത്രി ചിന്നുമോൾ അരികിൽ വന്ന് കിടന്നു. എന്നോട് അടി കൂടാതെ കിടക്കുന്ന കണ്ടിട്ട് അത്ഭുതം തോന്നി. മോൾക്ക് ഫോൺ വേണോ? വേണ്ട, എനിക്ക് അമ്മയുടെ അടുത്ത് പോവണ്ട. മാമൻ കളിക്കാനൊക്കെ വരും. അമ്മയും അച്ഛയും ചിന്നുമോളോട് കളിക്കില്ല. ആദ്യം വന്നപ്പോൾ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണ ഇന്ന് എന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് ചിണുങ്ങുന്നു. ആളുടെ മുടിയിൽ മേലെ തലോടി നെറ്റിയിൽ ഒരു ഓമന മുത്തം കൊടുത്തു. മാവിന്റെ ചിന്നുമോൾ ഉറങ്ങിക്കോ. ചിന്നുമോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അളിയനെ വിളിച്ചു. അളിയന് ഞാൻ നല്ല കമ്പനിയാണ്. പക്ഷേ ചേച്ചി ആളൊരു പൊങ്ങച്ചക്കാരിയാണ്. അതുകൊണ്ട് എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുച്ഛമാണ്. ആൾക്ക് സർക്കാർ ജോലിയുള്ളതിൻ്റെ അഹങ്കാരവും. അളിയൻ ഫോൺ എടുത്തു. ഹലോ അളിയോ. ആ പറ അളിയോ. ചിന്നുമോൾ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടാം. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകുന്ന വഴി കൊണ്ടുവിടാം. ഇന്റർവ്യൂ? ആ, അപ്പൊ ചെലവൊക്കെ ഉണ്ടാ? അതിനതാ, ചിലവൊക്കെ തരാം. ടൗണിലുള്ള നല്ല ഹോട്ടലിൽ കയറാം. പക്ഷെ ഒരു സഹായം ചെയ്യണം. എന്ത്? ബില്ലാണെങ്കിൽ കൊടുത്താൽ മതി, എന്നെ നിർബന്ധിക്കരുത്. ആഹാ, അടിപൊളി. അപ്പൊ ശരിയല്ലേ, 2 ദിവസം കഴിഞ്ഞാണോ? ആളിയും ഫോൺ വെച്ചോ. ഞാൻ ചിന്നുമോളെ നോക്കി. ഉറക്കത്തിൽ പെണ്ണ് എന്തോ വേണ്ടി ചിരിക്കുന്നുണ്ട്. ആൾക്കരികിൽ കിടന്നുകൊണ്ട് ഞാൻ രേണുവിനെ ഫോൺ വിളിച്ചു. കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്കും ആൾക്ക് പോകാൻ തൃപ്തിയായി. എടി, ഒരു ഉമ്മ വന്നിട്ട് പോടി. നാളെ കാണുമ്പോൾ തരാം. നാളെയോ? സത്യാണോ? കിടന്നോ. ഓക്കെ, ഐ ലവ് യു. അടുത്തും കൊടുക്കുമ്പോഴേക്കാൾ ഫോൺ വെച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മോളെ. നാളെ സ്വപ്നം കണ്ട് നിദ്രയിലേക്ക് ഊളിയിട്ടു. പിറ്റേന്ന് അമ്മയുടെ സ്ഥിരം വഴക്കിട്ട് എഴുന്നേറ്റു. ഡാ, അച്ഛൻ ചിന്നുമോളെ കൊണ്ട് ഇടാൻ പറഞ്ഞിട്ടില്ലേ? പാല് വാങ്ങണ്ടേ? അവന്റെ ഉറക്കിപ്പിച്ച് പോടാ, പോയി മോൻ കഴുകി. അമ്മ ഉന്തിത്തള്ളി പുറത്തു വിട്ടു. വാഴത്തോപ്പിൽ പല്ലും തേച്ച് നിൽക്കുന്നുണ്ട് അച്ഛൻ. മുഖം കഴുകി. ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് വാഴച്ചോട്ടിൽ ഒഴിച്ചു. അച്ഛനൊരു മതിപ്പ് തോന്നിട്ടെന്ന് കരുതി ചെയ്തായിരുന്നു. എടിയേ, നിന്റെ മോൻ ഏത് ലോകത്തുനിന്ന് എഴുന്നേറ്റ് വരുക? അച്ഛൻ പറഞ്ഞു കേട്ട് ഞാൻ കണ്ണു തുറിച്ച് നോക്കി. ഇതിപ്പം ഞാനെന്താ തെറ്റിയത്? ഇന്നലെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിരുന്നെന്ന് നടന്നു വരുമ്പോൾ ചവിട്ടിയ ചെളിയിൽ നിന്നായിരുന്നു മനസ്സിലായത്. മുഖവും വായി നന്നായി കഴുകി മൊത്തമൊന്ന് നോക്കി. പറ്റിയ അബദ്ധം മറച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് നടന്നു. ഇവനൊക്കെ പോലീസായിട്ട് എന്ത് കാണിക്കാനാ എൻ്റെ അയ്യപ്പസ്വാമി? അച്ഛൻ പിന്നിൽ നിന്ന് ബ്രഷ് കയ്യിൽ പിടിച്ച് പറഞ്ഞു കേട്ടപ്പോൾ നാടി ഞരമ്പിലൂടെ ഒരു രക്തയോട്ടം. കൈമുഷ്ടി ഉരുട്ടി കണ്ണിൽ തീ ജ്വലിപ്പിച്ച് നിൽക്കുമ്പോൾ അമ്മ പാൽക്കുപ്പിയെടുത്ത് മുഖത്തെറിഞ്ഞു. പോയി പാല് വാങ്ങിട്ട് വാ. ശരിയമ്മേ, ആ ഒരു കാര്യം പറയാൻ മറന്നു. ചിന്നുമോളെ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവിട്ടോളാം. അതും പറഞ്ഞിട്ട് ഉള്ളിൽ ആളി വന്ന് അഗ്നിയെടുത്തി പാല് വാങ്ങാൻ പോയി. ചിന്നുമോൾ എഴുന്നേറ്റില്ല. സാധാരണ എന്നേക്കാൾ നേരത്തെ എഴുന്നേൽക്കുന്ന അവളാണ്. അവൾ ഉണരും മുമ്പേ പോയാൽ രാത്രി രേണു തരാന്ന് പറഞ്ഞ് കിട്ടും. പാൽ കുപ്പിയെടുത്ത് ഞാൻ ഓടി. പാല് വാങ്ങി രേണുവിനെ നോക്കി വരുമ്പോൾ അവൾ കാത്തു നിൽക്കുന്നുണ്ട്. അവളുടെ അടുത്തെത്തിയത് ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല രേണു, വേന്താ? അയ്യടാ, നീയല്ലടി പറഞ്ഞു തരാന്ന് കൊതിപ്പിക്കുന്നോ? ആ, എന്റെ വിധി. എന്റെ സ്ഥാനത്ത് വേറെ പയ്യന്മാരായിരുന്നെങ്കിൽ പലതും നടന്നേനെ, മറക്കണ്ട. അതിന് അജയേട്ടൻ്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാൾ വേണ്ടല്ലോ. ഓടി. അത് കൊലിപ്പിക്കാതെ വേഗം വാ. ബസ് വരുന്നതിന് മുമ്പ് റോഡിലെത്തണം. ആരെങ്കിലും നടക്ക്. പോവാ. കുറച്ചു ദൂരം നടന്നപ്പോൾ രേണു അവനോട് ചോദിച്ചു. എന്തോന്നും മിണ്ടാത്ത്?
ചോദിച്ചു തരാത്തോണ്ടാണോ? അതല്ലേ രേണു, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് ആയിരിക്കും. കുറെ നാൾ നിന്നെ അച്ഛനും അമ്മയും കാണാതെ എങ്ങനെയാ? അത് സാരമില്ല, നമുക്ക് വേണ്ടി കൂടിയല്ലേ. മാത്രമല്ല ജോലി കിട്ടിയാൽ ഇവിടെ അടുത്തായിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ അജു നിന്നു. രേണു അവനെ തിരിഞ്ഞു നോക്കി. നഷ്ടപ്പെടുത്താതെയും കഷ്ടപ്പെടുത്താതെയും ഒന്നും നേടാൻ കഴിയില്ല അജയേട്ടാ. അതും നേരാ. അല്ല രേണു, ഞാൻ വരുമ്പോഴേക്കിനി നീ വേറെ കെട്ടിപ്പോടി. അതിനുള്ള ഭാഗ്യമൊക്കെ കിട്ടുക ചേട്ടാ. ദൂരെ നിന്ന് ബസ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ രേണു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പോകണു, വൈകിട്ട് കാണാം. അജു അവളെ നോക്കി തിരികെ വീട്ടിലേക്ക് നടന്നു. ഉമ്മറത്ത് പതിവ് പോലെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന അച്ഛനും അമ്മയും അവർക്കിടയിൽ ഓടിക്കളിക്കുന്ന ചിന്നുമോൾ, തളിർത്തു തുടങ്ങിയ മുറ്റത്തെ മാവ്, പതിവ് തെറ്റി പെയ്ത മഴയിൽ കുതിർന്നു നിൽക്കുന്ന അമ്മയുടെ പൂച്ചെടികൾ. അലസതയിൽ ഇത്രനാൾ വീട്ടിലിരിക്കുമ്പോഴോ ഓരോ നിമിഷം ആസ്വദിക്കുകയായിരുന്നു. ഇനി എങ്ങനെ? അമ്മ പാൽക്കുപ്പി കയ്യിൽ നിന്ന് വാങ്ങി നടക്കുമ്പോൾ അച്ഛൻ ചിന്നുമോൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അവൾ ഉറക്കെ കൈകൂട്ടി ചിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ എത്രമാത്രം ജീവിതത്തിൽ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നത്. അജു, മോനെ ചായ കുടിക്കണ്ടേ? ചിന്നുമോൾ താൻ നിന്നെ കാത്തിക്കുക. എനിക്കൊപ്പം ഇരുന്ന് അവൾ ചായ കുടിക്കുമ്പോൾ അച്ഛൻ ഇടയ്ക്കെന്നെ നോക്കുന്നുണ്ട്. ചായ കുടിച്ച് മുറിയിൽ കയറി എനിക്കരികിൽ അച്ഛൻ വന്നു. എനിക്കറിയാം അജു, എന്താ നിന്റെ മനസ്സിലെന്ന്. പണ്ട് ഞാൻ അന്യനാട്ടിൽ പോയി വിറപ്പ് പണാക്കി കഷ്ടപ്പെടുമ്പോൾ നീ കുഞ്ഞാ. നിന്റെ മുഖം കണ്ട് കൊതിയിരു മുന്നേ പ്രവാസിയായിട്ട് മാറിയതാ. അത്രത്തോളൊന്നും കഷ്ടപ്പാടില്ല. നിന്റെ മടിയൊന്ന് മാറ്റിയാൽ മതി, ഒക്കെ ശീലാവും. അച്ഛൻ കൂടുതലൊന്നും പറയാ തോളിൽ തട്ടി മുറിയിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കവിളുകളിലൂടെ കണ്ണീർ ചാലുകൾ തീർത്തിരുന്നു. ആ മനുഷ്യന്റെ വാക്കുകൾ അത്രയേറെ എന്നെ സ്പർശിച്ചുകൊണ്ടാവാം. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ദിനങ്ങൾ വരവേൽക്കവേ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഇന്റർവ്യൂവിന് ഒരുങ്ങിയിറങ്ങി. ഭാഗ്യത്തിന് റിസൾട്ട് വന്നപ്പോൾ പോയ പേപ്പറുകളെല്ലാം കിട്ടി. ചിന്നുമോൾ അളിയൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ കടമ്പ വിജയകരമായി കഴിഞ്ഞു. പിന്നീട് വൈകാതെ ട്രെയിനിങ്ങിൽ ഓർഡർ വന്നു. നാളെ പോകണം. അതിനു മുമ്പ് രേണുവിനെ കാണണം. ബസ് വന്നെങ്കിലും അവളെ മാത്രം കണ്ടില്ല. ഫോൺ വിളിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ്. മനസ്സിലാകെ ഒരു വെപ്രാളം. രേണു അവളിൽ നേരത്തെ പോയിട്ടുണ്ടാവുമോ? ഇല്ല. അങ്ങനെയാണ് ഫോണെന്താ സ്വിച്ച് ഓഫ്? കൂടുതൽ ആലോചിക്കാതെ ബൈക്കിൽ കയറി അവളുടെ കോളേജിലേക്ക് ബൈക്ക് തിരിച്ചു. നേരെ സന്ധ്യ കഴിയാറായി. മുഴുവൻ ഇരുട്ട് മൂടി തുടങ്ങി. നല്ല മഴയുടെ കോളുണ്ട്. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? കോളേജ് എത്തുന്നതിന് മുമ്പ് അവൻ ദൂരെയായ ഒരു ബസ് സ്റ്റോപ്പിൽ തനിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടു. റോഡിലെ വഴിവിളക്കിലെ വെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായി കണ്ടു. രേണു, ഇവളിവിടെ എന്ത് ചെയ്യാ? ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവൾക്ക് മുമ്പിൽ വണ്ടി നിർത്തി. ബൈക്കിൽ നിന്നിറങ്ങി എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്താണ് ഇവിടെ? നീ എന്ത് ചെയ്യാ? അത് ഞാൻ പേടിച്ചു പോയോ? കരയിലെ രേണു. ഞങ്ങൾ നോക്കി അടുത്തുള്ള കടയിൽ നിന്ന് രഹസ്യം പറയുന്ന സദാചാരക്കാരെ നോക്കി ഞാൻ അവളോട് പറഞ്ഞു, വാ പോവാ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ബൈക്കിൽ കയറി കുറച്ച് ദൂരം പോയതും മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. കൂടെ നല്ല ഇടിയും മിന്നലും. ബൈക്ക് റോഡരികിൽ നിർത്തി. അടുത്തിട മരച്ചൂട്ടിന്റെ മറവറ്റി അവളിനോട് ചേർന്ന് നിന്നു. സാഹചര്യം അടക്കി പിടിച്ച് എന്നിലെ വികാരം ഉണർത്തുമെന്ന് തോന്നിയപ്പോൾ അവളിൽ നിന്ന് കുറച്ച് മാറി ഞാൻ നിന്നു. മിന്നലിന്റെയും ഇടിയുടെയും ശക്തി കൂടിയപ്പോൾ ദൂരെയായി കണ്ട ഒരു കെട്ടിടത്തിലേക്ക് അവളുടെ കൈ പിടിച്ച് ഓടിക്കയറി. അടച്ചിട്ട് ആ കെട്ടിടത്തിൽ ആരെയും കാണാതെ നിൽക്കുമ്പോഴാണ് അതിനോട് ചേർന്നുള്ള ഒരു വിറകൂര കണ്ടത്. അങ്ങോട്ട് ചെന്ന് ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. ഹലോ ഹലോ അച്ഛാ. ആ, നീ എവിടെയാടാ? ഞാൻ വരാൻ ഇച്ചിരി വൈകും. എന്താ? ഹലോ അച്ഛാ, ഞാൻ വരാൻ വൈകും, മഴയാ. ആ, കേട്ടു. ഫോൺ വെച്ചത് അവളോട് കാര്യം തിരക്കി. അവൾ പുറത്തേക്ക് മിന്നൽ പിളർപ്പ് നോക്കി പേടിച്ചെന്നെ നോക്കി. നീ എന്താടി വൈകിയത്? അവിടെ നീ ആരെ കാത്തുന്നാ? അത് എൻ്റെ ക്ലാസ്സിൽ ആദ്യം അവളുടെ വീട്ടിൽ പോയതാ. അവൾക്ക് തലയിറങ്ങുന്നൊന്ന് വീട് വരെ കൊണ്ടുവിടുമെന്ന് ചോദിച്ചു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ബസ് പോയി, ഫോൺ ഓഫായി പോയി. നീ എന്നാ വീട്ടിലേക്ക് വിളിച്ചോറ, ആരൊക്കെ പേടിച്ചിരിക്കുമായിരിക്കും. അജിയേട്ടൻ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വിളിച്ചു. ബസ് കിട്ടാത്തതുകൊണ്ട് തിരികെ അവളുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അമ്മയെ വിളിച്ചു പറഞ്ഞു അവളുടെ അടുത്താണെന്ന്. കോള് കട്ടായപ്പോൾ ഫോൺ ഓഫായി. എന്താ ചെയ്യുക? അയ്യോ, അപ്പം എന്താ ചെയ്യുക? ഇപ്പം നീ എങ്ങനെ വീട്ടിലേക്ക് പോകും? എനിക്ക് നാളെ പോകണം, ഉച്ചക്ക ട്രെയിന്. ഉച്ചക്കല്ലേ? ഇപ്പോൾ ഇവിടെ എന്നിട്ട് രാവിലെ പോയാൽ പോരെ? ഇവിടെയോ? അത് വേണോ രേണോ? എന്തേ? എനിക്ക് കൺട്രോളില്ലടി. അവസാനം എന്നെ പറയരുത്. അത് കേട്ടപ്പോൾ അവൾ മെല്ലെ ചിരിച്ചു. നിലച്ചിരിക്കാതെ വിട്ടിയ ഇടിയുടെ ശബ്ദത്തിൽ അവൾ എന്നെ നെഞ്ചിലേക്ക് വീണു. സിരകളിൽ അവൾ ഒരു ആവേശമായി മാറി. പിന്നെ വിറകുപുരയാണെന്ന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മഴയുടെ ശക്തി കുറഞ്ഞ വാടിത്തളർന്ന അവൾ എന്നെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. രേണു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പോവാന്ന്. മഴ ചതിച്ചു അല്ലേ ചേട്ടാ? നമ്മുടെ തെറ്റല്ല അല്ലേ? ഇടിയും മിന്നലും കുറഞ്ഞപ്പോൾ നിലത്ത് വീണ് കിടന്ന വൈക്കോൽ കെട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൾ എന്നെ നോക്കി. നേരിയ വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് നാണം കാണുന്നുണ്ട്. വസ്ത്രമെടുത്ത് ഇരുട്ടിൽ ചേർന്ന് നിന്ന് മാറി അവൾ എൻ്റെ അടുത്ത് വന്ന് വീണ്ടും കിടന്നു. ഫോണിൽ നോക്കിയപ്പോൾ സമയം 12 കഴിഞ്ഞു. എന്റെ നെഞ്ചിൽ ചേർന്ന് വീണ്ടും അവൾ കിടന്നു. നല്ല തണുപ്പ്. അവളെ ചേർത്ത് പിടിച്ച് ഞാനും. രാവിലെ അവൾക്ക് അവളിൽ തട്ടി ഉണർത്തി. അജേട്ടാ, 6 മണിയായി, എന്നെ വീട്ടിൽ കൊണ്ടുവിട്. മെല്ലെ കണ്ണൂറ് നോക്കി. അവൾ എൻ്റെ മുഖത്ത് നോക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് ഇന്ന് കൂടുതൽ ചന്തം തോന്നുന്നുണ്ട്. ഒരു മുത്തം കൂടി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ വേണ്ട, ഓർക്കാൻ ഇന്നലെ ഒരു രാത്രിയുണ്ട്.
ആളുടെ വീടിന് കുറെ അകലെയായി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ബൈക്ക് നിർത്തി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ബാഗൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അജു, നീ ഇപ്പോഴാണ്ടാ വരുന്നത്? ബൈക്കിൽ നിന്നിറങ്ങി അമ്മയെ നോക്കി ഞാൻ പറഞ്ഞു. അതമ്മയെ മഴയായിരുന്നില്ലേ, ഇന്നലെ രാത്രി ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നു. വേഗം ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി. ഈ ഷർട്ടൊക്കെ ആകെ മുഷിഞ്ഞ് ചെളിയായിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് വേഗത്തിൽ അകത്ത് കയറി മാറാനുള്ള ഡ്രസ്സ് എടുത്ത് കുളിമുറിയിൽ കയറി ഓരോ ആലോചനയിൽ മുഴുകി സോപ്പ് തേച്ചു. ട്രെയിനിങ് കഴിഞ്ഞു വന്നപാട് ആളുടെ വീട്ടിൽ പോകണം, പെണ്ണി ചോദിക്കണം. എനിക്ക് വയ്യ. ഫസ്റ്റ് നൈറ്റ് നേരത്തെ കഴിഞ്ഞല്ലോ, മോശമായി പോയോ? അജു, നീ കുളിച്ചു കഴിഞ്ഞില്ലേ? ഉവ്, ദാ വന്നു. കുളി കഴിഞ്ഞു വന്നപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച ചായയും ദോശയും കഴിച്ചു. അമ്മേ, അച്ഛനോടെ നിങ്ങൾ ചായ കുടിച്ചോ? അച്ഛൻ നീ ഇല്ലാത്തതുകൊണ്ട് പാല് വാങ്ങാൻ പോയതായിരുന്നു. അപ്പോഴാ അറിഞ്ഞ് നമ്മുടെ ദേവി മരിച്ചു. വായിൽ വെച്ച ദോശ ഇറക്കാൻ കഴിയാതെ ഞാൻ അമ്മയെ നോക്കി. ദേവി കുഞ്ഞ്? പാവം. അവസാനമായിട്ട് അവരെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ ഇന്നലെ കാണുമ്പോഴുണ്ടായ അവരുടെ മുഖത്തെ ചിരിയും വർത്തമാനവും അത് മായാതെ മനസ്സിൽ കിടക്കട്ടെ. അച്ഛൻ തിരികെ വന്നപ്പോൾ എനിക്ക് ഇറങ്ങാനുള്ള സമയമായിരുന്നു. അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് അളിയന്റെ കാറിൽ ഞാൻ കയറി. അളിയനൊപ്പം പോകുമ്പോൾ അച്ഛനോട് വരുന്നോ എന്ന് ചോദിച്ചില്ല. അച്ഛനും കൂടെ വന്നില്ല. ട്രെയിനിങ്ങിൽ ഓരോ ദിവസവും കടന്നുപോയി. ഇടയ്ക്ക് രേണുവിനെ വിളിക്കും. അച്ഛനും അമ്മയും എല്ലാവരും വിളിച്ച് സംസാരിക്കും. പക്ഷെ മനസ്സിലെന്തോ ഒരു വിങ്ങൽ. ദിവസം ഓരോന്ന് കഴിയവേ അച്ഛനെ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി. രേണുവിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ ചതിച്ച് വേറെ കല്യാണം ഉറപ്പിച്ചു വന്നവരെ ചില സമയം മനസ്സിൽ തോന്നി. ട്രെയിനിങ് കഴിഞ്ഞ് തിരികെ വരാൻ പോകുന്നതിന് തൊട്ടുമുമ്പിലെ ദിവസം അർജുൻ, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. സീനിയർ ഓഫീസർ അടുത്ത് സെല്യൂട്ട് ചെയ്ത് കാര്യം തിരക്കി. തനിക്ക് ഭാഗ്യമുണ്ടോ, ഇത് അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. സ്വന്തം നാട്ടിൽ തന്നെയാ പോസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന SIക്ക് സ്ഥലം മാറ്റം കിട്ടി. അതുകൊണ്ട് തനിക്ക് അവിടെ ഞാൻ ശരിയാക്കി. ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കുക തന്നോട്. താങ്ക് യു സോ മച്ച് സാർ. അവിടെ നിന്ന് അതിയായ സന്തോഷത്തിൽ ഇറങ്ങി ബാഗ് എടുത്ത് വെച്ച് ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. നിരാശയോടെ രേണുവിനെയും. പക്ഷെ പ്രതികരണമൊന്നും കിട്ടാതെ വിഷമിച്ച് ബാഗ് പാക്ക് ചെയ്തു. ട്രെയിനിലിരുന്ന് ക്ഷീണിച്ച ആവശ്യനായി നാട്ടിലെത്തി കിട്ടിയ ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ മുഖത്തോങ്ങി പറയാൻ നല്ല ഡയലോഗ് മനസ്സിൽ കണക്ക് കൂട്ടി. ടാക്സി വീണ്ടും മുമ്പിലെത്തി ഞാൻ ഇറങ്ങി. അയാൾക്ക് പൈസ കൊടുത്ത് ബാഗെല്ലാം എടുത്തിറങ്ങി. ബാഗ് എടുത്ത് ഉമ്മറത്ത് കയറാൻ നോക്കവേ ഉമ്മറത്ത് തിണ്ണയിൽ അമ്മയ്ക്കരികിലിരിക്കുന്ന രേണുവിനെ കണ്ട് ഞാനൊന്ന് ഞെട്ടി. കയ്യിൽ പിടിച്ച പകുതി കടിച്ച പച്ചമാങ്ങയും അമ്മയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവളുടെ ചിരിയും കണ്ടപ്പോൾ ചെറുതായി കാര്യം മനസ്സിലായി. സത്യാണോ എന്നർത്ഥത്തിൽ അവളെ നോക്കിയപ്പോൾ വയറിൽ തൊട്ടുകൊണ്ട് അതേന്ന് അവൾ തലയാട്ടി. അച്ഛനെ ചുറ്റുമൊന്ന് നോക്കി. വാഴയ്ക്ക് വളമിട്ടിട്ട് പുറകിൽ നിന്ന് മുറ്റത്തേക്ക് വന്ന അച്ഛൻ എന്നെ കണ്ടതും മാവിൻ ചോട്ടിൽ അമ്മ വെട്ടിവെച്ച വലിയ വിറക് കഷ്ണം എടുത്ത് എൻ്റെ അടുത്തേക്ക് ഒരു വരവായിരുന്നു. പിന്നെയൊന്നും നോക്കിയില്ല. ബാഗ് അമ്മയുടെ അടുത്തിട്ടിട്ട് ഞാൻ ഓടി. വീടിന് ചുറ്റും ഓടുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിന്നെക്കാൾ നല്ല വാഴ തന്നെയാ ബാക്കിയുള്ളവർക്ക് ചീത്ത പേര് കേൾപ്പിക്കാൻ. കാളനായ നിക്കട അവിടെ. അച്ഛാ, ഞാനല്ല, മഴ ചതിച്ചതാ. നിന്റെ മഴ നിന്നവിടെ. അച്ഛൻ അവിടെ നിന്നിട്ട് ബക്കറ്റ് എടുത്ത് പുറത്തെറിഞ്ഞു. ട്രെയിനിങ്ങിന് പോലും ഇങ്ങനെ ഓടിയിട്ടില്ല ഞാൻ. ഏറുകൊണ്ടപ്പോഴും തിരിഞ്ഞു നോക്കി വീണ്ടും ഓടി. നിന്നോടാ നിൽക്കാൻ പറഞ്ഞ് ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അവക്ക് പച്ചമാങ്ങ പറിക്കാൻ ഞാൻ വേണം. അല്ലേടാ, നിന്നോടാ നിൽക്കാൻ പറഞ്ഞേ. ആ ഓട്ടം നിന്ന് ലേബർ റൂമിന് മുമ്പിലായിരുന്നു. അന്ന് അച്ഛൻ്റെ അടുത്ത് നന്നായി കിട്ടി. പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് അവളെ താലി കെട്ടി. അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ അമ്മാവൻ നിന്റെ ഇടയിൽ കയറി ഇടപെട്ട് അവസാനം അവൾ വിളിച്ചുകൊണ്ടുവരേണ്ടി വന്നു. പാവം പെണ്ണ്, വീട്ടുകാരായിട്ട് മിണ്ടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ അവളുടെ അമ്മാവനെ പിടിച്ച് സെല്ലിലിട്ട് 2 തട്ടുകൊടുക്കേണ്ടി വന്നു. ഇപ്പൊ രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആദ്യത്തെ വാഴ നന്നായി കുളിച്ചു വന്നപ്പോൾ അച്ഛന് ആവേശം കൂടി. ഇപ്പൊ വലിയൊരു വാഴ കൃഷി തന്നെ തുടങ്ങി. അമ്മയ്ക്ക് പുതിയൊരു അതിഥിയുണ്ട്. ദേവി കുഞ്ഞിന്റെ പശുവിനെ ഞങ്ങൾ വാങ്ങി. അമ്മയ്ക്ക് അതിന് നോക്കുന്നതാണ് പണി. ചിന്നുമോൾ എൻ്റെ കണ്ണനെ കളിപ്പിക്കുന്ന തിരക്ക്. അങ്ങനെ ഞങ്ങളുടെ ഹാപ്പി ലൈഫായി മുന്നോട്ട് പോകുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.